മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതമായിട്ട് നടക്കുന്നുണ്ടല്ലോ ഗൗതം. ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗവും ഉടൻ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശിവസേന എം.എൽ.എമാർ ഇന്നലെ രാത്രി യോഗം ചേർന്ന കക്ഷി നേതാവായി ഏക്നാഥ് ഷിൻഡെയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെയാണ് ഈ മഹാരാഷ്ട്ര സർക്കാരിന്റെ കാലാവധി തീരുവാൻ പോകുന്നത്. അപ്പോൾ ഇനി ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ചർച്ചകളൊക്കെ തന്നെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ? രജനി, നാളെ രാത്രിയോടുകൂടിയും നിലവിലെ മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതിനാൽ ഇന്നോ നാളെയോ സത്യപ്രതിജ്ഞ നടത്തേണ്ടതായുണ്ട്. അതിനാൽ വളരെ വേഗത്തിൽ നിയമസഭാ കക്ഷി യോഗം വിളിക്കാനാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ സമയപരിമിതി മൂലമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത. വാങ്കഡെ സ്റ്റേഡിയത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തണമെന്നതാണ് ബി.ജെ.പിയുടെ താല്പര്യം. കാരണം അത്രത്തോളം വലിയ വിജയമാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ബി.ജെ.പിക്ക് സമ്മാനിച്ചത്. അതിനാൽ വലിയ ആഘോഷത്തോടു കൂടി വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ നടത്തുവാൻ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ സമയപരിമിതി മൂലം ഇത് വേഗത്തിലാക്കണോ എന്നത് സംബന്ധിച്ചുള്ള ചില ചർച്ചകളാണ് നടക്കുന്നത്. ഒന്നെങ്കിൽ ഇന്നോ നാളെയോ ആയി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രം വളരെ വേഗത്തിൽ അധികാരം ഏറ്റെടുത്ത് പിന്നീട് സത്യപ്രതിജ്ഞയായി മറ്റു മന്ത്രിമാർ ചുമതല ഏൽക്കുന്ന ഒരു രീതിയാകും. അതല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചർച്ചകൾ പൂർത്തീകരിച്ചുകൊണ്ട് നാളെ ഭരണഘടനാ ദിവസമാണ് നാളെ. മാത്രമല്ല മുംബൈയിൽ 2008 ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ ഭീകരാക്രമണം നടത്തിയ 2008 മുംബൈ ടെറർ അറ്റാക്കിന്റെ വാർഷികമാണ് നാളെ. അങ്ങനെ നവംബർ 26 നിരവധി സവിശേഷതകളുണ്ട്. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസം സത്യപ്രതിജ്ഞ നടത്താനാകും ബി.ജെ.പിയുടെ തീരുമാനം. എന്തായാലും ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടതുണ്ട്. കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തിട്ടില്ല. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേര് തന്നെയാണ് മുൻതൂക്കത്തിൽ ഉള്ളത്. രജനി, ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.